സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. വ്യാജ മതനിന്ദ കേസ്. പാകിസ്ഥാനിൽ ക്രൈസ്തവ വനിതയ്ക്ക് വധശിക്ഷ. ഇസ്ലാമാബാദ്. പാകിസ്ഥാനിൽ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ മതനിന്ദ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് ക്രൈസ്തവ വനിതയ്ക്ക് വധശിക്ഷ. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പ്രത്യേക കോടതിയിലെ വിചാരണ ജഡ്ജി 4 മക്കളുടെ അമ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 3 ലക്ഷം പാകിസ്ഥാൻ രൂപ പിഴയടയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. 4 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഷഹുഫ്ത കിരൺ 3 വർഷം മുമ്പാണ് വ്യാജ മതനിന്ദ കേസിൽ അറസ്റ്റിലായത്. വിദ്വേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ച് 2021 ഷഹുഫ്തയെ ഭർത്താവിനും മകനുമൊപ്പമാണ് അറസ്റ്റ് ചെയ്തത്. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് കോടതി വിധിയിൽ അപ്പീൽ നൽകുമെന്ന് അറിയിച്ചു. ഷഹുഫ്ത ഒരു ക്രിസ്ത്യാനിയായതിനാലാണ് കുറ്റാരോപിതയായതെന്ന് അഭിഭാഷകൻ റാണ അബ്ദുൽ ഹമീദ് പറഞ്ഞു. മുഹമ്മദ് നബിയെ നിന്ദിച്ചതിന് വധശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷാ നിയമത്തെ 295C വകുപ്പ് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷ തീരുന്നതുവരെ റാവൽപിണ്ടിയിലെ അദ്വാല സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 1980കളിൽ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടത് മുതൽ പാകിസ്ഥാനിലെ മതനിന്ദാ നിയമം ക്രൈസ്തവർക്കെതിരെയുള്ള വിവേചനത്തിനും അടിച്ചമർത്തലിനുമുള്ള പ്രധാന ഉപകരണമായി മാറിയിരുന്നു. പലപ്പോഴും മതന്യൂനപക്ഷങ്ങളോട് വ്യക്തിവൈരാഗ്യവും തീർക്കുവാനുള്ള മാർഗമായാണ് രാജ്യത്തെ മതനിന്ദ നിയമം കണക്കാക്കുന്നത്. പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയുടെ 96% മുസ്ലിങ്ങളാണ്. ജനസംഖ്യയുടെ 1.3% വരുന്ന ക്രൈസ്തവർ വലിയ രീതിയിലുള്ള ഭീഷണി രാജ്യത്ത് നേരിടുന്നുണ്ട്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.